കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ തികച്ചും വിഭിന്നമായ ഒരു വ്യക്തിത്വവും സാന്നിധ്യവുമാണ് പി കേശവൻ നായർ സാറ്. സംഭവബഹുലമായ സാമൂഹിക പൊതുജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയതിന് ശേഷം 3 വർഷക്കാലം ഭൗതിക ശാസ്ത്രത്തിൽ ഫിസിക്സിൽ അധ്യാപകനായിരുന്നു. പിന്നീട് ഏതാണ്ട് 4 ദശാബ്ദത്തോളം കാലം CITUവിൻ്റെ സാരഥ്യം വഹിച്ചു. CPM മെമ്പറായി പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളൊക്കെ നയിച്ചിട്ടുണ്ട്. പിന്നീട് അതിലും കവിഞ്ഞ ഒരു മേഖലയിലേക്ക് ശരിക്കും ജ്ഞാന സാധനയ്ക്ക് വേണ്ടി തന്നെ നീക്കിവെക്കപ്പെട്ട ജീവിതമായിരുന്നു കേശവൻ നായർ സാറിൻ്റേത്. അദ്ദേഹം പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് അക്ഷരങ്ങളുടെയും അറിവിൻ്റെയും ലോകത്തിലേക്ക് സ്വയം എടുത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അത് കേരളക്കരയ്ക്ക് തന്നെ ഒരധിക മുതൽക്കൂട്ടായി എന്ന് വേണം നമ്മൾ കരുതുവാനായിട്ട്. ഇന്ന് വിഷയാന്തര വിജ്ഞാനീയ രംഗത്തെ അഥവാ ഇൻ്റർഡിസിപ്ലിനറി തിങ്കിങ്ങിൽ സാറിനോളം സമഗ്രതയും സമന്വയവും കൈവരിച്ചിട്ടുള്ള വ്യക്തികൾ വേറെയുണ്ടോ എന്ന് വ്യക്തിഗതമായിട്ട് ഞാൻ സംശയിക്കാറുണ്ട്. കാരണം സാറ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ നിരവധിയാണ്. അവ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ വളരെ വിപുലവുമാണ്. ആകാശം പോലെ വിശാലമാണ് സാറിൻ്റെ വിജ്ഞാന സീമകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ജ്ഞാനസാധനയെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആത്മസാധന തന്നെയായിട്ട്, സത്യാന്വേഷണത്തെ ഒരാത്മാന്വേഷണം തന്നെയായിട്ട് പരിവർത്തനപ്പെടുത്തിയ ഒരു പ്രഭൃതിയാണ് കേശവൻ നായർ സാറ്. സാറിൻ്റെ പ്രതിഭയെയും വിജ്ഞാനത്തെയും ജീവിതത്തിൻ്റെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകളെയും ദർശനങ്ങളെയും ഒക്കെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഷാലോം ടെലിവിഷൻ്റെ ലൈറ്റ് ഓഫ് ട്രൂത്ത് പരിപാടിയിലേക്ക് കേശവൻ നായർ സാറിനെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചർച്ച ആരംഭിക്കുക പ്രപഞ്ചവിജ്ഞാനീയത്തെക്കുറിച്ചുള്ള ചില ശാസ്ത്രീയവും വിഷയാന്തരവുമായ ഉൾക്കാഴ്ചകൾ പങ്കുവെച്ചുകൊണ്ടായിരിക്കും. കോസ്മോളജിയിലെ പ്രപഞ്ചശാസ്ത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ചോദ്യം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ളതാണല്ലോ, ഉത്ഭവം. ഇത് സനാതനമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് ഹോക്കിങ്ങിനെ പോലെയുള്ളവർ പറയും. പ്രപഞ്ചത്തിന് ഉത്ഭവമില്ല എന്ന് കരുതുന്ന കാഴ്ചപ്പാടുകാരുണ്ട്. വിശ്വാസികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളതാണ്. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൽ തന്നെ നാസ്തികമായിട്ടും ആസ്തികമായിട്ടും കാണാമെന്ന് ശാസ്ത്രജ്ഞർ തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള ചോദ്യം തന്നെയാണ് ഒരുപക്ഷേ ദാർശനികമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടുമൊക്കെ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങൾ. അവയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ബിഗ് ബാങ് സിദ്ധാന്തത്തെ ശാസ്ത്രീയമായിട്ട് സാർ എങ്ങനെ നോക്കിക്കാണുന്നു? എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ വിശാലമായിട്ടുള്ള ദാർശനിക മാനങ്ങൾ? അതേപ്പറ്റിയുള്ള സാറിൻ്റെ വ്യക്തിഗതമായ ഉൾക്കാഴ്ചകളൊന്ന് പങ്കുവയ്ക്കാമോ? അച്ഛൻ്റെ ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്നതല്ല. പക്ഷേ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള എൻ്റെ അന്വേഷണം ഹൂ ആമായി എന്ന എൻ്റെ ചോദ്യത്തിൽ നിന്നും ഉണ്ടായതാണ്. അപ്പോൾ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? അതുപോലെ തന്നെ അതിനേക്കാൾ ഗൗരവതരമായ ഒരു ചോദ്യമാണ് എനിക്ക് സ്വയം അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഹൂ ആമായി, ഞാൻ ആരാണെന്ന്. ഞാൻ ആരാണെന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന് എന്നെ പ്രേരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ജ്ഞാനാന്വേഷണമാണ്, ആത്മാന്വേഷണമാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണം, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം. ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റഫ് ദാറ്റ് ഈസ് മേഡ് ഓഫ് മീ ഈസ് ദ സ്റ്റഫ് ദാറ്റ് ഈസ് മേഡ് ഓഫ് സ്റ്റാർസ്. എന്നെ എന്തുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചിരിക്കുന്നത്.
പ്രപഞ്ചത്തിൽ ആന്തരികമായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്നിലും ആന്തരികമായുണ്ട്. എന്നിലെ ചൈതന്യം തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം. അപ്പോൾ ഇവിടാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്. അച്ഛൻ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ബിഗ് ബാങ്ങിനെ കുറിച്ചാണ്. ഈ 20-ാം നൂറ്റാണ്ടിലെ വലിയ വിപ്ലവങ്ങളിലൊന്നാണ് ബിഗ് ബാങ് തിയറി. പ്രപഞ്ചത്തിനൊരു തുടക്കവും ഒടുക്കവും ഉണ്ടെന്നാണ്. ഏതാ ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള പറയുന്നത് ബിഗ് ബാങ് തിയറിയെ ബേസ് ചെയ്ത് പറയുന്നത് പ്രപഞ്ചത്തിനൊരു തുടക്കവും ഒടുക്കവും. ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കവും ഒടുക്കവും എന്ന് ശാസ്ത്രം ഇന്ന രീതിയിലൊക്കെ സംഭവിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി അതിനെ നിർവചിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ബിഗ് ബാങ് തിയറിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളുണ്ട്: ക്വാണ്ടം ജനസിസ് ആൻഡ് വാക്വം ജനസിസ്. അപ്പോൾ എഡ്വേർഡ് ട്രയോൺ എന്നൊക്കെ പറയുന്ന മഹാപ്രതിഭകളായ ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെട്ടത് ഇതൊരു ശൂന്യതയിൽ വാക്വം ജനസിസാണ്, ക്വാണ്ടം ജനസിസാണ്. അപ്പോൾ ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന ആ അഭിപ്രായം. ഈ ശൂന്യത യഥാർത്ഥത്തിൽ ശൂന്യതയാണോ എന്ന് ചോദിച്ചാൽ ശൂന്യതയല്ല. നമ്മൾ ശൂന്യതയിലേക്ക് എത്തി പരിശോധന വാക്വത്തിലേക്ക്, ക്വാണ്ടം വാക്വത്തിലേക്ക് എത്തി പരിശോധിക്കുമ്പോൾ അത് ശൂന്യതയല്ല. സംതിങ് ഈസ് ദെയർ. ആ സംതിങ് ഈസ് ദെയർ എന്നിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്, പ്രപഞ്ചം രൂപാന്തരണം പ്രാപിക്കുന്നത്. സാറ് പറഞ്ഞല്ലോ എന്താണ് ഉത്ഭവത്തിൻ്റെ ഹേതു എന്ന് വ്യക്തമായിട്ട് നമുക്ക് നിർവചിക്കാനാവില്ല. സംതിങ് ഈസ് ദേർ എന്നുള്ള സൂചനകൾ നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. വെളിപാടിൻ്റെയൊക്കെ ഭാഷയിൽ നോക്കിയാൽ വളരെ സ്പഷ്ടമായിട്ട് ആ സംതിങ്ങിനെ ദൈവം എന്നൊക്കെ വിളിച്ച് ആഖ്യാനം ചെയ്യുന്നുണ്ട്. അവിടെ വിശദീകരണങ്ങളില്ല. അതൊരു വിശ്വാസത്തിൻ്റെ എടുത്തുചാട്ടം തന്നെ. അതുകൊണ്ട് യുക്തിപരമായ ഒരു ഉത്തരം നമുക്കതിനകത്ത് ലഭിക്കുന്നുമില്ല. അപ്പം വെളിപാടിൻ്റെയൊക്കെ ഭാഷയെ മാറ്റി നിർത്തി നോക്കുകയാണ് എങ്കിൽ നമുക്ക് ശാസ്ത്രത്തിൻ്റെ ഭാഷയുടെ മാത്രം ചൂട് പിടിച്ച് ചിന്തിക്കുമ്പോൾ ഈ സംതിങ് എന്ന് പറയുന്നത് പോലും ശാസ്ത്രത്തിൻ്റെ പഠനത്തിന് പൂർണ്ണമായിട്ടും വിഷയീഭവിക്കുന്ന ഒരു ഘടകമായിരിക്കുമോ, അതോ അതിഭൗതികമോ അതീന്ദ്രിയമോ ആയ എന്തെങ്കിലും സാങ്കത്യങ്ങൾ ഈ സംതിങ്ങിൽ സാറ് വിഭാവനം ചെയ്യുന്നുണ്ടോ? ഒരു പ്രധാന പ്രശ്നം 10⁻³ -10⁻43 സെക്കൻഡിന് മുമ്പ്, അതായത് ശാസ്ത്രത്തിൽ പറഞ്ഞ പ്ലാങ്ക് ടൈമിന് മുമ്പ് പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്ത് എന്ന് ശാസ്ത്രത്തിന് ഇന്ന് വരെ നിർവചിക്കാനേ കഴിഞ്ഞിട്ടില്ല. 10⁻43 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 0.42. അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഇന്ന് വരെ ശാസ്ത്രത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ബിഗ് ക്രഞ്ചിലുണ്ടാകുന്ന അവസ്ഥയും. ഈ അവസ്ഥ സ്വാഭാവികം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ശാസ്ത്രത്തിന് എത്തിച്ചേരാൻ അതിൽ ഞാൻ എൻ്റെ തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ആ പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിലേറ്റിവിസ്റ്റിക് തിയറിയും ക്വാണ്ടം തിയറിയും കൂടി സംയുക്തമായ ഒരു തിയറി ആവിഷ്കരിക്കണം. ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി. അച്ഛൻ തന്നെ എവിടെ എഴുതിയിട്ടുള്ള പോലെ ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി ഇറ്റ് ഈസ് അങ്ങനെ ഒരു തിയറി ഇപ്പോഴും ഇതുവരില്ല. പിന്നെ ഇതിന് ഏറ്റവും അത്ഭുതപ്പെടുന്നൊരു കാര്യം, ഈ ക്വാണ്ടം ഫിസിക്സിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. ഇപ്പോൾ അത് ഐൻസ്റ്റീൻ പറഞ്ഞു ഈ പ്രപഞ്ചം ലോക്കലാണ്. ഐൻസ്റ്റീനെതിരായി ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ പറഞ്ഞു ഈ പ്രപഞ്ചം നോൺ ലോക്കലാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന പരീക്ഷണങ്ങൾ അത് വേറെ എങ്ങുമല്ല നടന്നത്, നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ സേണിത്തനാണ് നടന്നത്. സേണിത്തൻ നടന്ന പരീക്ഷണങ്ങളിൽ പരീക്ഷണങ്ങളിൽ 100 കോടി പ്രകാശവർഷം അകലെയുള്ള 100 കോടി പ്രകാശവർഷം അകലെയുള്ളൊരു നക്ഷത്രത്തിലെ ഒരു കണത്തിൻ്റെ കോണ്ടാവസ്ഥയും ഈ ഭൂമിയിലെ ഒരു കണത്തിൻ്റെ കോണ്ടാവസ്ഥയും ഒന്നാണെങ്കിൽ ഈ കണത്തിനുണ്ടാകുന്ന മാറ്റം ആ കണത്തെ ബാധിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ്, ഇൻസ്റ്റൻറ്റേനിയസായി ഇത് കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. അതാ ഈ ഇൻഫർമേഷൻ കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. ആ ഇൻഫർമേഷൻ കൺവേ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ ഇൻസ്റ്റൻറ്റേനിയസ് കൺഫർമേഷൻ 1000 കോടി പ്രകാശവർഷം അകലെ ഉള്ളൊരു കണമായാലും ശരി, ഇവിടെ ഇരിക്കുന്ന ഈ കോണ്ടാവസ്ഥയിലുണ്ടാകുന്ന ഒന്നതിൻ്റെ ചേഞ്ച് മറ്റൊന്നിൻ്റെ ചേഞ്ചായി മാറുന്നു. ഇറ്റ് ഈസ് എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ്. സാറ് അദൃശ്യമായ ഈ പ്രപഞ്ചം ഇത്രമാത്രം പരസ്പര ബന്ധിതമായതുകൊണ്ട്, അഥവാ പ്രപഞ്ചത്തിൻ്റെ ഏകതാനത ഭൗതികത്തിൻ്റെ ഭാഷയിൽ ഇത്രയും ശക്തമായതുകൊണ്ട് അതിഭൗതികമോ അദൃശ്യമോ ആയ എന്തോ ഒരു ശക്തി വിശേഷത്തിൻ്റെ അല്ലെങ്കിൽ അതിപ്രജ്ഞയെ നമുക്കിതിൽ അതിൻ്റെ സാങ്കത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളൊരു നിഗമനത്തിലാണല്ലോ എത്തിയത്. അത് വളരെ ദാർശനികമായ ശക്തമായ ഒരു ഉൾക്കാഴ്ചയാണ്. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്ന ശാസ്ത്ര സിദ്ധാന്തം കയോസ് സിദ്ധാന്തമാണ്. അതിലെ ചിത്രശലഭ പ്രതിഭാസം, ബട്ടർഫ്ലൈ എഫക്റ്റ്, ഡിസോർഡറിൽ നിന്നാണ്, ക്രമരാഹിത്യത്തിൽ നിന്നാണ് ക്രമം ഉണ്ടായി വരുന്നത്. അതുപോലെ ഇനീഷ്യൽ കണ്ടീഷൻസിലെ നേരിയ വ്യതിയാനങ്ങൾ പോലും വിശ്വവ്യാപ്തമായ പരിണതഫലങ്ങൾ കൊണ്ടുവരാൻ പര്യാപ്തമാണ്. ഇങ്ങനെയുള്ള ഉൾക്കാഴ്ചകളുണ്ടല്ലോ. ഇതിൽ എന്തെങ്കിലും രഹസ്യാത്മക, ഇതിൻ്റെ എത്രമാത്രം ശാസ്ത്രീയമാണ് ഇത്തരം നിഗമനങ്ങൾ? ഒന്നാമതായിട്ട് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെയുള്ള, അതുപോലെ അവയുടെ ദാർശനികമായ മാനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇവയെക്കുറിച്ചുള്ള സാറിൻ്റെ ഉൾക്കാഴ്ചകളൊന്ന് പങ്കുവെക്കാമോ? കയോസ് തിയറി. ഇലിയാഗോ പ്രിഗോഗിൻ എന്നാൽ ഞാൻ ഉച്ചരിക്കുന്ന അദ്ദേഹത്തിന്, എനിക്ക് എൻ്റെ എക്സാക്റ്റ് ഉച്ചാരണം അറിയില്ല, പ്രിഗോഷിൻ, അദ്ദേഹത്തിൻ്റെ ഓർഡർ ഔട്ട് ഓഫ് കയോസ് എന്ന പ്രശസ്തമായ കൃതിയുണ്ട്. ആ പ്രശസ്തമായ കൃതിയിൽ ഈ ബട്ടർഫ്ലൈ എഫക്റ്റും അതായത് ഈ കയോസ് തിയറി അനുസരിച്ച് അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ബട്ടർഫ്ലൈ, ഒരു കൂട്ടം ബട്ടർഫ്ലൈ നമ്മളെ കോട്ടയത്ത് ചിറകടിച്ചാൽ അതിൻ്റെ എഫക്റ്റ് ലണ്ടനിൽ, മാഞ്ചസ്റ്ററിലുണ്ടാകും. അത്ഭുത പ്രതിഭാസമാണ്. ഇത് നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് കാലാവസ്ഥയിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ട്. അതാ ചിലപ്പോൾ ഈ നമുക്കിപ്പോൾ കേരളത്തിൽ നടന്ന ഈ തോലാത്ത മഴ, ഈ പിന്നെ കയോസ് തിയറിയിൽ പറയുന്ന ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ മറ്റെവിടെയെങ്കിലും ഉണ്ടായ ഒരു എഫക്റ്റിൻ്റെ പരിണിതിയാകാനാണ് സാധ്യത. അപ്പോൾ ഈ ബട്ടർഫ്ലൈ ആക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ യൂണിവേഴ്സ് ഈസ് ഇൻ്റർ കണക്റ്റഡ്, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, ഇൻ്റഗ്രലാണ്. അതാ ഇറ്റ് ഈസ് എ കോസ്മിക് വെബ്. യൂണിവേഴ്സ് ഈസ് എ കോസ്മിക് വെബ്. ആ യൂണിവേഴ്സിറ്റിയിലെ കോസ്മിക് വെബ് എന്ന് പറഞ്ഞാൽ ആ വെബിൽ ഒരു വെബിനുണ്ടാകുന്ന ഇത് ആ പ്രപഞ്ചത്തിലെ എല്ലാ വെബിലും ബാധിക്കും. അതാ ആശ്രയിക്കുന്നു. ഇറ്റ് ഈസ് സെയിം തിങ് ഇൻ ലൈഫ്. ലൈഫ് ഈസ് വെബ് ഓഫ് ലൈഫ്. ലൈഫ് ഈസ് വെബ് ഓഫ് ലൈഫ്. ഈ വെബ് ഓഫ് ലൈഫിൽ ഏതെങ്കിലും ഒന്നിന് ഒരു കുഴപ്പമുണ്ടായാൽ അത് ഉടൻ റിയാക്ട് ചെയ്യും. എനിക്കറിയാവുന്നൊരു സംഭവമുണ്ട്. ഞാൻ കടലിലൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ കടൽ ഉടനെ പ്രതികരിക്കും. കടലിലൊരു പുലിമുട്ട് പണിഞ്ഞാൽ ആ പുലിമുട്ട് പണിക്കുന്നതിൻ്റെ നേരെ അപ്പുറത്ത് കടൽ അതിശക്തമായി ആക്രമിക്കും.
അപ്പോൾ അത് ഇൻ്റർനെറ്റ് ലൈഫ് എന്ന് പറയുന്ന വെബ് ഓഫ് ലൈഫാണ്. ഇറ്റ് ഈസ് എ വെരി മോഡേൺ തിയറി. കോസ്മോസ് ഈസ് എ കോസ്മിക് വെബ്. അപ്പോൾ ഈ ചരവും അചരവും എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻ്റഗ്രലാണ്. ഹൂ ഇൻ്റഗ്രേറ്റ്സ് ഇറ്റ്? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആര്? ആ ഈ ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് സംതിങ് ദാറ്റ് വി കനോട്ട് ഡിഫൈൻ. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഈ കോസ്മിക് വെബിനെ, ഈ വെബ് ഓഫ് ലൈഫിനെ, വെബ് ഓഫ് ലൈഫ് ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദി യൂണിവേഴ്സ്. യൂണിവേഴ്സ് ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ വെബ് ഓഫ് ലൈഫ്. റിയലി ദി evolution of matter is evolution of matter is the evolution of the universe. യൂണിവേഴ്സിൻ്റെ തുടക്കം ഇങ്ങനെ തുടങ്ങുകയാണ്. അങ്ങനെ ഊർജ്ജകണങ്ങളിൽ നിന്ന് പിന്നെ കോർക്കുകളിൽ നിന്ന് പിന്നെ ഒരു രസമാണ് അതിൻ്റെ. ഏതാ കുക്കിംഗ് ഓഫ് എലമെൻറ്റ്സ് ഗാമോ പറഞ്ഞാണ്. ഏതാ ഗാമോ ഇങ്ങനെ കുക്കിംഗ് ഓഫ് എലമെൻറ്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ട് വന്നാണ് സ്റ്റാർസ് ഉണ്ടാകുന്നത്, ഗാലക്സീസ് ഉണ്ടാകുന്നത്, സ്റ്റാർസ് ഉണ്ടാകുന്നത്, ഇതെല്ലാം ഉണ്ടാകുന്നത്. ഏതാ അപ്പോൾ അവിടെ ഹൂ കുക്ക്ഡ് ഇറ്റ്? ഹൂ ഈസ് കുക്കിംഗ്? ദിസ് ഈസ് എ വണ്ടർ ദാറ്റ് വി ഹാവ് ടു ആൻസർ. സാറ് ഒത്തിരി ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്രകാരനും വ്യക്തിയുമാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് സാറ് തന്നെ ഒത്തിരി മാധ്യമ സംവാദങ്ങളും സമ്പർക്കങ്ങളും നടത്തിയതും എനിക്കറിയാം. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു കൊടിയ നിരീശ്വരവാദിയായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ. ശരിയാണ്, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് ചർച്ചയ്ക്ക് അവ വിഷയീഭവിപ്പിക്കുന്നുണ്ട്. സാറ് ചിലയിടത്ത് ചില നിഗമനങ്ങൾ നടത്തി, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അപ്രകാരം ഒരു ഹാർഡ് കോർ എത്തീയിസ്റ്റ് എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന ഒരു സംഗതി അല്ല എന്ന് പറയുന്നു. ശരിയാണ്, എന്താണ് എത്തീയിസം എന്ന് മനസ്സിലാക്കിയാലേ ഒരു വ്യക്തിയുടെ അഗ്നോസ്റ്റിസത്തെ അല്ലെ എത്തീയിസത്തെ നമുക്ക് അപ്രകാരം ബ്രാൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നമ്മളിവിടെ വിശ്വാസിയാക്കാനോ മുഹമ്മദ് സമുക്കുവാനോ യാതൊരു പരിശ്രമവുമില്ല. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളോട് നമ്മൾ പൂർണ്ണമായും വിശ്വസ്തതയും ബഹുമാനവും പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അജ്ഞേയവാദത്തെ അഥവാ അദ്ദേഹത്തിൻ്റെ നിരീശ്വരത്വത്തെ നമ്മൾ എപ്രകാരം മനസ്സിലാക്കണമെന്നാണ് സാറ് വ്യക്തിഗതമായിട്ട് ചിന്തിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇപ്രകാരം ഒരു കൊടിയ നിരീശ്വരവാദിയായിട്ട് ബ്രാൻഡ് ചെയ്യുന്നതിൽ വിഭിന്നമായ ഒരു കാഴ്ചപ്പാട് പുലർത്തുന്നത് വഴിയായിട്ട് അദ്ദേഹത്തെപ്പറ്റി വ്യത്യസ്തമായ ഒരു ദാർശനിക സംവേദനം സാറിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെപ്രകാരമാണ് സാറ് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനമെന്ത്, സൃഷ്ടാവിൻ്റെ സ്ഥാനമെന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ സൃഷ്ടാവിൻ്റെ സ്ഥാനം എന്തെന്ന് ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിലും ഒരു പ്രസംഗത്തിലും അദ്ദേഹം ഒരു എത്തിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ട്, ഐ ആം ആൻ അൺഅഷെയിംഡ് റിഡക്ഷനിസ്റ്റ്. ഞാനൊരു ന്യൂനീകരണവാദിയാണ്. ന്യൂനീകരണം എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. വേണമെങ്കിൽ യുക്തിവാദിയാണെന്ന് പറയാം. യുക്തിവാദം വിശ്വാസത്തിനെതിരൊന്നും അല്ലേതാ. യുക്തിയിലൂടെ തന്നെയാണ് വിശ്വാസി ആത്മാന്വേഷണം നടത്തുന്നത്. യുക്തിവാദി ദൈവത്തെ അന്വേഷിക്കുന്നത്, യുക്തിയിലൂടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അൺഅഷെയിംഡ് റിഡക്ഷനിസ്റ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പറഞ്ഞാൽ അജ്ഞേയവാദിയാണ്. അജ്ഞേയവാദി എന്ന് പറഞ്ഞാൽ വിശ്വാസവുമില്ല, വിശ്വാസവുമുണ്ട്. ഏതാ വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ ഇങ്ങനെ ഇത് എന്താ പറയുന്നത്, ഈ കയ്യാലപ്പുറത്തെ
തേങ്ങ പോലെ ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. അദ്ദേഹം അസർട്ട് ചെയ്ത് എങ്ങും പറഞ്ഞിട്ടില്ല ദൈവമില്ല അതാ. പക്ഷെ ഒരർത്ഥത്തിൽ വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് ഗോഡ് ഇൻ ദ യൂണിവേഴ്സ് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം തന്നെ ആ ദൈവാന്വേഷണമാണ്. ഗോഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഗോഡ് ഉണ്ടെന്നും ഇല്ലെന്നും നമ്മൾ പറയുന്നത്. ഏതാ മേശയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മേശയുണ്ടെന്നും ഇല്ലെന്നും നമ്മൾ പറയുന്നത്. ഏതാ അതുപോലെ നമ്മളൊരു ന്യായയുക്തി അനുസരിച്ച്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്റ്റീഫൻ ഹോക്കിങ് ഇങ്ങനെ അത്യഷ്ടമായിട്ട് മുദ്ര അടിക്കുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ അദ്ദേഹത്തിൻ്റെ മിക്കവാറും പുസ്തകങ്ങളെല്ലാം ഞാൻ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. സാറിൻ്റെ ഈ നിഗമനങ്ങളാണ് അക്കാദമിക രംഗത്ത് കൂടുതൽ പ്രബലമായിരിക്കുന്നത്. ശരിയാണ്, പൊതുജനങ്ങളുടെ മധ്യേ അദ്ദേഹത്തെ പറ്റിയുള്ള മതിപ്പ് വ്യത്യസ്തമായൊരു രീതിയിലാണ്. അദ്ദേഹത്തെ ഒരു ഹാർഡ് കോർ എത്തീയിസ്റ്റായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഗ്രന്ഥം തന്നെ, അതിൻ്റെ മുഖവുര എഴുതിയിരിക്കുന്നത് കാൾ സേഗൻ എന്ന പോപ്പുലർ സയൻറ്റിസ്റ്റ് ആണല്ലോ, അമേരിക്ക. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖവുരയാണ് ഹോക്കിങ്ങിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിനെ കൂടുതൽ പ്രശസ്തമാക്കിയത് എന്ന് വാദിക്കുന്നവരുണ്ട്. ആ മുഖവുരയിൽ കാൾ സേഗൻ പറയുന്നുണ്ട്, ദിസ് ഇസ് എ ബുക്ക് അബൌട്ട് ഗോഡ്, ദ വേർഡ് ഗോഡ് ഫിൽസ് ഈച്ച് പേജ് ഓഫ് ദിസ് ബുക്ക്, ദിസ് ഇസ് എ ബുക്ക് അബൌട്ട് ദി നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന്. അപ്പോൾ ഹോക്കിങ് പറയാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ കാൾ സേഗൻ ഈ മുഖവരിയിലൂടെ പറഞ്ഞു പിടിപ്പിക്കുകയാണ് എന്നാണ് അക്കാദമിക വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ. ഏറ്റവും രസകരമായ കാര്യം, ഈ കാൾ സാഗൻ്റെ അന്ത്യകാലത്ത് അദ്ദേഹം നിരീശ്വരവാദം ഉപേക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കാൾ സാഗൻ, ഈ കാൾ സാഗൻ എന്ന് പറയുന്നത് അദ്ദേഹം നിരീശ്വരവാദത്തിൻ്റെ ആശാനായിരുന്നു. പക്ഷേ അദ്ദേഹം അവസാനം മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചാണ് മരിക്കുന്നത്. ഇതിലേക്ക് അല്പം കൂടി വെളിച്ചം വീശാവോ? എന്ത് സൂചനകളുടെ? എനിക്കതിന് കൃത്യമായി പറയാനുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് എൻ്റെ കയ്യിലില്ല. എന്നാലും ഞാൻ ആ ഒരു പറഞ്ഞു കേട്ടുള്ള ഇൻഫർമേഷനാണ് അവസാനം അദ്ദേഹം ഒരുതരം വിശ്വാസിയായിരുന്നു എന്ന്. അത് മനുഷ്യൻ്റെ ഒരു പരിതോവസ്ഥയാണ്. പിന്നെ ഈ പ്രതിസന്ധികളുടെ നിന്നും പ്രതിസന്ധിയിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ ആകെയുള്ള ആശ്രയം ദൈവം മാത്രമാണ്. അതാ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കാറുണ്ടായിരുന്നു പണ്ട്, ഈ ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയത് എനിക്ക് മാർസേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നോ എന്ന്. ഏതാ എനിക്ക് ദൈവമേ എന്ന് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയാറുണ്ട്. ഇതൊരു സാധാരണ മനുഷ്യൻ്റെ കാര്യം. ഏതാ ഐൻസ്റ്റൈൻ്റെ ആപേക്ഷിക സിദ്ധാന്തം, അതാണല്ലോ ആധുനിക പ്രപഞ്ചശാസ്ത്രത്തിൻ്റെയൊക്കെ സൈദ്ധാന്തികമായ അടിത്തറ എന്ന് പറയുന്നത്. അതിൽ സമയത്തെയും കാലത്തെയും സ്ഥലത്തെയും സ്പേസിനെയും ടൈമിനെയും പറ്റിയുമൊക്കെ നവീനങ്ങളായ ഒത്തിരി ഉൾക്കാഴ്ചകളുണ്ട് എന്ന് നമുക്കറിയാം. 4 ഡൈമെൻഷണൽ സ്പേസ് ടൈം കൊണ്ടിന്യൂം, സ്ഥലകാലങ്ങളുടെ ഏകതാനത, അത് ഐൻസ്റ്റൈൻ അതിനകത്ത് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നല്ല. അതുപോലെ സ്ഥലത്തിന് 3 മാനങ്ങളുള്ള സമയത്തിൻ്റെ മാനം കൂടി 4മതൊരു മാനം കൂടിയുണ്ട്. സ്ഥലം തന്നെ ചതുർമാനമായിട്ട് നമ്മൾ കണക്കാക്കണമെന്നുള്ള കാഴ്ചപ്പാടുകൾ. മോഡേൺ ഫിസിക്സിലേക്ക് വരുമ്പോൾ സ്ഥലത്തിന് സ്പേസിന് 11 മാനങ്ങൾ വരെ ഉണ്ടാവാം, അതൊരു അനിവാര്യതയാണ് എന്ന് സ്ട്രിങ് തിയറി പറഞ്ഞു പിടിപ്പിക്കുന്നത്. മൾട്ടി യൂണിവേഴ്സിൻ്റെ ചില എക്സ്പോണൻസ് പറയുന്നു 100 മാനങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമാണ് എന്ന് പറയുന്നത്. മാനങ്ങളിങ്ങനെ വർദ്ധിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികത്തിൽ നിന്നുള്ള ഒരു ഒരു ആരോഹണമായിട്ട് നമ്മളതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ദൈവശാസ്ത്രം ആത്മീയത നമ്മൾക്കിതിലേക്ക് കുക്കപ്പ് ചെയ്യുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. ശാസ്ത്രത്തെ ശാസ്ത്രമായിരിക്കാൻ നമ്മൾ അനുവദിക്കണം. എന്നിരുന്നാൽ പോലും ചിന്തിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ ഇവ നിർദ്ദേശിക്കുന്ന ചില സൈദ്ധാന്തിക നിർബന്ധങ്ങളോട് നമുക്ക് പുറംതിരിഞ്ഞു നിൽക്കാനാവുകയില്ല എന്ന് തോന്നുകയാണ്. ഭൗതികതയിൽ തന്നെ ഒരു അതിഭൗതികതയുടെ ലാഞ്ചനകൾ, നിഴലാട്ടങ്ങളെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള മൾട്ടി ഡൈമെൻഷണൽ സ്പേസ്, ട്രാൻസ് ടെമ്പറൽ ടൈം മുതലായവയിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമോ?
ഇങ്ങനെയുള്ള വിചിന്തനങ്ങൾക്ക് ശാസ്ത്രീയവും യുക്തിപരവുമായ സാങ്കത്യമുള്ളതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ഈ ചലന നിയമങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ റിലേറ്റിവിസ്റ്റിക് ഫിസിക്സ് ഉണ്ടായത്. അപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളെക്കാൾ മെച്ചപ്പെട്ട ചലന നിയമമാണ് എയിൻസിൻ്റെ ചലന നിയമം. അപ്പോൾ അത് ഈ 4 ഡൈമെൻഷണൽ സ്പേസ്, ഈ 4 ഡൈമെൻഷൻ ചതുർമാന ലോകത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ പിന്നെ എയിൻസിൻ്റെ പിന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആപേക്ഷിക സിദ്ധാന്തം, പൊതു ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ചാണ് നമ്മൾ ഈ ഗ്രഹങ്ങളുടെ ചലനം ഇതെല്ലാം ഇപ്പോൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളെക്കാൾ കൂടുതൽ കൃത്യതയുണ്ട് സയൻറ്റിഫിക്കായിട്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ സ്ട്രിങ് തിയറി വന്നപ്പോഴത്തേക്ക് പല ഡയമെൻഷൻസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊന്നും ഫൈനലൊന്നുമല്ല, സ്ട്രിങ് തിയറിയൊന്നും ഫൈനൽ തിയറീസൊന്നുമല്ല. ഇനി ഇതിനേക്കാൾ മെച്ചപ്പെട്ട തിയറി ഉണ്ടായിക്കൂടൊന്നുമില്ല. ഈ സയൻറ്റിഫിക് തിയറിയുടെ ഒരു പ്രത്യേകത, എവരി തിയറി ഈസ് ആൻ അപ്രോക്സിമേഷൻ. അത് ഇപ്പോൾ പിന്നെ കുഹാനും പൊപ്പറും ഒക്കെ പറഞ്ഞനുസരിച്ചാണ് തെറ്റണമെന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരു തിയറിയല്ല ഏതാ. എല്ലാ തിയറീസും അപ്രോക്സിമേഷൻസ് മാത്രമാണ്. ആ അപ്രോക്സിമേറ്റ് ആയ തിയറിയിൽ നിന്ന് പുതിയ തിയറി ഉണ്ടാകുന്നത് ഏതാ, മെച്ചപ്പെട്ട തിയറി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ശാസ്ത്രത്തിൻ്റെ പോക്ക്. അത് ശാസ്ത്രത്തിൻ്റെ ഒരു തിയറി അബ്സല്യൂട്ടല്ല ഏതാ. കേവലമായ ഒരു തിയറിയും ശാസ്ത്രത്തിലില്ല. ഈ തിയറികളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കൃത്യമായ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏകദേശനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഏകദേശനങ്ങൾ മാത്രമായ തിയറിയെ ബേസ് ചെയ്ത് എല്ലാത്തിനെയും നമ്മൾ പിന്നെ നിർവഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. അപ്പോൾ ഈ 4 ഡയമെൻഷൻ നമ്മുടെ സാധാരണ മനുഷ്യന് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ കാണുന്ന 3 ഡയമെൻഷനാണ്. ഇൻ റിയാലിറ്റി ഇപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ അറിവ് വെച്ച് നമ്മുടെ പ്രപഞ്ചം 4 ഡയമെൻഷനാണ്. നീളം, വീതി, പൊക്കം, കാലം കൂടി ചേർന്നാണ്. അപ്പോൾ അത് ഇംപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തുള്ള ഈ ന്യൂട്ടൻ്റെ തിയറി നടപ്പാക്കി വരുമ്പോഴുള്ള പ്രശ്നമുണ്ട്. പ്രകാശവേഗതയിൽ ഒരാൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വെയിറ്റ് ഇൻഫിനിറ്റ് ആകും ഏതാ, അയാളുടെ വോളിയം 0 ആകും ഏതാ. ഇത് നമുക്ക് ഫിസിക്കലായി ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതല്ല. ഇതൊന്നും അച്ഛൻ പിന്നെ പ്രകാശത്തെ വേഗതയിൽ 3 ലക്ഷം km/s വേഗതയിൽ സഞ്ചരിച്ചാൽ യുവർ വെയിറ്റ് വിൽ ബി ഇൻഫിനിറ്റ് ആൻഡ് യുവർ വോളിയം വിൽ ബി 0. ഇത്തരം തിയറി പ്രൊഡിക്റ്റ് ചെയ്യുന്നതാണ്. അത്തരം തിയറിനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് നമുക്ക് പിന്നെ ഈ ഒബ്സർവ് ചെയ്യാനോ അത് തെളിയിക്കാനോ പ്രായോഗികമായി സാധ്യമല്ല. എന്നാൽ ഇതിൻ്റെ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബ്ലാക്ക് ഹോൾസിനെയും ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതാ അതേ ഉള്ളൂ അതിനകത്തുള്ള. ഈ ബിഷപ്പ് ബെർക്കലി പറഞ്ഞതാണ് ഗ്രഹണം അറിവ് മാത്രമേ ഉള്ളൂ. അറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ ഉള്ളൂ, പിന്നെ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞാൽ അർത്ഥം. ഏതാ, ഗ്രഹണം മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ കാണുന്ന പച്ച, നീല, ചുവപ്പ്, ശബ്ദം, ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളാണ്. ഇത് നഗ്നമായ യാഥാർത്ഥ്യം. പട്ടിക്ക് കേൾക്കാവുന്ന എനിക്ക് കേൾക്കാവുന്നില്ല. പശുവിൻ്റെ പശു കാണുന്നത് ചാര നിറത്തില്ല എന്നാണ് പറയുന്നത്. ഏതാ ഇങ്ങനെ അതുപോലെ തേനീച്ചയ്ക്ക് ഉള്ള കഴിവ് എനിക്കില്ല. ഏതാ ഈ വവ്വാലിനുള്ള കഴിവ് നമുക്കില്ല. ഏതാ ഇതിന് പല പ്രത്യേകതകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ അൾട്ടിമേറ്റായിട്ട് അറിവ് മാത്രമേ ഉള്ളൂ, ജ്ഞാനം മാത്രമേ ഉള്ളൂ.
അജ്ഞാനം എന്ന അല്ലേ പറഞ്ഞ ഈ വേദം പറയും പ്രജ്ഞാനം ബ്രഹ്മ, അറിവ് അല്ലെങ്കിൽ ബോധം ബ്രഹ്മമാണ് എന്ന് പറയുക. അതുപോലെ ബിഷപ്പ് ബർഗലിയും പറയുന്നത് ഗ്രഹണം അറിവ് മാത്രമേ ഉള്ളൂ എന്നാണ്. അതാണ് അറിവെന്ന് പറയുന്നത്. സത്യസന്ധമായി പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, when an object is seen, the seer is the eye. Eye is seen, the seer is the mind. The modulations in the mind are seen. The seer is the Atman, the eternal. That cannot be known. That is the seer. Seer cannot be seen. സാമാന്യ യുക്തിക്ക് നിങ്ങൾ ഈ 4 പേരും ഒന്ന് ആലോചിച്ചാൽ, ഒരു ഓബ്ജക്റ്റിനെ കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവാണ്. പക്ഷേ ആ ആത്മാവിനെ കാണാൻ പറ്റില്ല. ആത്മാവ് അറിയുന്നവനാണ്, അറിയപ്പെടുന്നതല്ല. ഇറ്റ് ഈസ് എ നേക്കഡ് റിയാലിറ്റി. ഇത് ദൃക്ദൃശ്യ വിവേകം എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു വേദിക് കൃതിയുണ്ട്, അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഐൻസ്റ്റൈന് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബെസ്സോയുടെ മകൻ ഒരു കത്തെഴുതിയതായിട്ട് പൊതുവെ പറയപ്പെടുന്നുണ്ട്. അതേപ്പറ്റി ചില തർക്കങ്ങളുണ്ട്, എനിക്കറിയാം. ഭൂതഭാവി അദ്ദേഹം എനിക്ക് മുമ്പേ 2-3 ദിവസം മുമ്പേ മരിച്ചുപോയി എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല. എന്നെപ്പോലെയുള്ള ഭൗതിക ശാസ്ത്രജ്ഞർക്കറിയാം ഭൂതഭാവി വർത്തമാനങ്ങൾ തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് ഒരു മിഥ്യാസങ്കല്പം മാത്രമാണ്. അദ്ദേഹം 3 ദിവസം മരിച്ചുവെന്നോ ഞാൻ 2 ദിവസത്തിന് ശേഷം മരിക്കാൻ പോകുന്നോ എന്ന് പറയുന്നതിൽ ഭൗതികമായിട്ടുള്ള വലിയ അടിത്തറകളില്ല എന്നാണ് പറയുന്നത്. സമയത്തെ പറ്റിയുള്ള ഒരു തരം നിത്യ സമകാലീനതയുടെ ഒരു ഇറ്റേണൽ പ്രസൻറ്റ്നെസ്സിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് പൂർണ്ണമായിട്ട് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്നിരുന്നാൽ പോലും ഐൻസ്റ്റൈന് ഇപ്രകാരമുള്ള ഒരു തരം ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. ഇത് മിസ്റ്റിസിസത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ സമയത്തെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ സാറ് നടത്തിയിട്ടുണ്ടല്ലോ. ഐൻസ്റ്റൈൻ്റെ ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളോടെ എപ്രകാരമാണ് അഭിപ്രായം? ഇല്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ, പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ. പാസ്റ്റും ഫ്യൂച്ചറും ഇല്ല. യഥാർത്ഥത്തിൽ റിലേറ്റിവിസ്റ്റിക് ഫിസിക്സ് അനുസരിച്ച് പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ, ഫ്യൂച്ചറും ഇല്ല, പാസ്റ്റും ഇല്ല. നമ്മൾ പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്, ഫ്യൂച്ചറിലല്ല ജീവിക്കുന്നത്, പിന്നെ പാസ്റ്റിലല്ല നമ്മൾ ജീവിക്കുന്നത്. വി ആർ ആൾവേസ് ലിവിങ് ഇൻ ദ പ്രസൻറ്റ്. പ്രസൻറ്റിലല്ല നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മൾ പ്രസൻറ്റിലാണ്. വർത്തമാനകാലം അതിന് എനിക്കിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ക്ലിയറായ ഈ റിലേറ്റിവിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഏതാ ഈ നമ്മുടെ ഇപ്പോൾ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ക്ലിയറായ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വർത്തമാനകാലത്ത് ജീവിക്കാൻ കഴിയുന്നതിലൊരാൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം ഏതാ? നമ്മളെപ്പോഴും ഭൂതത്തെയും ഭാവിയെയും കുറിച്ചാണ് എപ്പോഴും ആലോചിക്കുന്നത്. വി ആർ നോട്ട് തിങ്കിങ് ഓഫ് ദ പ്രസൻറ്റ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള. വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ബിക്കം ഹൈലി സ്പിരിച്വൽ. അതാ. അപ്പോൾ മറ്റു ഭാവിയില്ല, ഭൂതമില്ല. അതാ അതൊരവസ്ഥയാണ്. അതാ ഇതുപോലെ തന്നെ ഭൗതികത്തിലെ പ്രത്യേകിച്ച് ക്വാണ്ടം ഫിസിക്സിലെ വളരെ ചിന്തോദ്ദീപകമായ ഒരാശയമാണ് ഒബ്സർവർ ക്രിയേറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നിരീക്ഷണമാണ് നിരീക്ഷണ വസ്തുവിനെ സൃഷ്ടിക്കുന്നത് പോലും, അല്ലെ അതിൽ വ്യതിയാനങ്ങൾ കൊണ്ടുവരുവാൻ മനുഷ്യൻ്റെ ഇടപെടലിന്, ശാസ്ത്രകാരൻ്റെ ഇടപെടലിന് സാധിക്കുന്നു എന്ന് പറയുന്നത്. ഇതും നമ്മൾ നിരീക്ഷിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പറ്റിയുള്ള ഒത്തിരി
റാഡിക്കലായിട്ടുള്ള പുതിയ ഉൾക്കാഴ്ചകൾ പേറുന്നവയാണ്. നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല സംഗതികൾ. നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ രീതിയിൽ ഒരു വസ്തുവിനെ സൃഷ്ടിച്ചെടുക്കുന്നതേ ഉള്ളൂ പോലും എന്ന് പറയുന്ന സംഗതികൾ. അപ്പോൾ ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒക്കെ ഇപ്രകാരമുള്ള ഉൾക്കാഴ്ചകൾ എപ്രകാരമാണ് ദാർശനികമായിട്ട് പ്രസക്തമായിട്ടുള്ളത്? അല്ല, അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ക്വാണ്ടം ഫിസിക്സിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ റേഡിയോയ്, ട്രാൻസിസ്റ്റർ, പിന്നെ ലേസർ, ടി വി, നമ്മുടെ ഫോണുകൾ എല്ലാം ക്വാണ്ടം ഫിസിക്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് അതിൻ്റെ തിയറിയാണ്, തിയറിയുടെ ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഈ ക്വാണ്ടം ഫിസിക്സ് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ക്വാണ്ടം ഫിസിക്സിൽ ഏറ്റവും വലിയ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. സൂക്ഷ്മലോകത്തെ വിശദീകരിക്കുന്ന, സൂക്ഷ്മലോകത്തെ എന്ന് വെച്ചാൽ അണു മുതൽ അതിന് താപ്പോട്ടുള്ള കളങ്ങളെയും തന്മാത്രകളെയും ആറ്റത്തെയും പാർട്ടിക്കിൾസിനെയും ഒക്കെ പഠിക്കുന്ന ശാസ്ത്രമാണ് ആണ് ക്വാണ്ടം ഫിസിക്സ്. അതിൻ്റെ ചലനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ്. ആറ്റത്തിൻ്റെ ചലനം, പാർട്ടിക്കിൾസിൻ്റെ ചലനം, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ക്വാണ്ടം ഫിസിക്സിൽ, ആറ്റത്തിനകത്ത് നമുക്ക് ഒരു ഇലക്ട്രോൺ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് ഒരു ഇലക്ട്രോണിനെ ഒരു ആറ്റത്തിനകത്തെ ഒരു ഇലക്ട്രോണിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥാനവും വേഗവും കൃത്യമായി നിർവഹിക്കാനേ പറ്റില്ല. സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ വേഗം മാറും, വേഗം നിർണ്ണയിക്കുമ്പോൾ സ്ഥാനം മാറും. അപ്പോൾ സൂക്ഷ്മ ലോകത്ത് ആറ്റത്തിനുള്ളിൽ അൺസർട്ടനിറ്റി ഉണ്ട്. ഏതാ എല്ലാ ഭൗതികവും സർട്ടനിറ്റി ആസ്പദമാക്കിയാണ്, നിശ്ചിതത്വത്തെ ആസ്പദമാക്കിയാണ്. ഏതാ നമ്മളെ ക്ലാസിക്കൽ സയൻസ് മുഴുവൻ സർട്ടനിറ്റി ആസ്പദമാക്കിയാണ്. അപ്പോൾ സൂക്ഷ്മലോകത്ത് അൺസർട്ടനിറ്റി സ്ഥലവും കാലത്തിലും സമയവും സ്ഥലവുമായി ബന്ധപ്പെട്ടും എല്ലാം ഒബ്സർവേഷൻ നമ്മൾ നടത്തുമ്പോൾ അൺസർട്ടനിറ്റി വരും. അപ്പോൾ സൂക്ഷ്മത്തിൽ ഇത് ബാധകമാണെങ്കിൽ അത് സ്ഥൂലത്തിലും ബാധകമാണ്, സങ്കടമാണ്. അപ്പോൾ ഈ ആറ്റത്തിൽ ബാധകമായിട്ടുള്ള ആറ്റം കൊണ്ടാണല്ലോ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്, പാർട്ടിക്കിൾസ് കൊണ്ടാണല്ലോ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിക്കിൾസിന് അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ ഈ അത് കൊണ്ട് നിർമ്മിതമായി പ്രപഞ്ചത്തിന് അൺസർട്ടനിറ്റി ഉണ്ട്. അതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ എല്ലാം ഡിറ്റർമിനിസ്റ്റിക്കാണ് എന്ന് പറയുന്നതിനോട് ഉള്ള ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ ശാസ്ത്രം. അപ്പം അതിൽ വരുന്ന പിന്നെ ചോദിച്ച ചോദ്യം എന്താണ്? അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഒബ്സർവർ ക്രിയേറ്റഡ് റിയാലിറ്റി. അല്ല, അപ്പം ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഒബ്സർവേഷൻ നിരീക്ഷണം എന്ന പ്രക്രിയ തന്നെ ഒരു കണത്തിൻ്റെ സ്ഥാനവും വേഗവും മാറും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ക്വാണ്ടം ഫിസിക്സിൽ ഈ അവർ കോൺഷ്യസ്നെസ് ഈസ് റിലേറ്റഡ് ടു നമ്മുടെ ബോധവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ നിരീക്ഷണം. നമ്മൾ ഒബ്സർവറുടെ ബോധമില്ലെങ്കിൽ ഒബ്സർവേഷനെ സാധ്യമല്ല. അപ്പോൾ ഏത് ഒബ്സർവേഷനിലും ഒബ്സർവറുണ്ട്. ഏതാ യഥാർത്ഥത്തിൽ പിന്നെ ഭയങ്കര ഡിസ്കഷൻ നടന്നൊരു പ്രശ്നമാണ് ഈ ഡേവിഡ് ബോമും ജിദ്ദു കൃഷ്ണമൂർത്തി. ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്വാണ്ടം ഫിസിക്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നതാണ് ഒബ്സർവർ ഈസ് ഒബ്സർവ്ഡ്. ഒബ്സർവർ ഈസ് ഒബ്സർവ്ഡ് എന്ന് ഒരു ക്വാണ്ടം ക്വസ്റ്റ്യൻ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ കൃഷ്ണമൂർത്തിയുടെ ഒരു പുസ്തകം അദ്ദേഹം ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കുന്നത്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒബ്സർവർ ഈസ് ഒബ്സർവ്ഡ്.
അങ്ങനെയാണ് കൃഷ്ണമൂർത്തിയെ പോയി കണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളായി. ഒരു പ്രശസ്തമായ പുസ്തകം തന്നെ ഉള്ളതിന് എനിക്ക് ഇവിടെ ഇരിപ്പുണ്ടത്. അപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോൺ മീലർ യൂണിവേഴ്സ് എന്ന പാർട്ടിസിപ്പേറ്ററി യൂണിവേഴ്സ് എന്നാണ്. ഏതാ പാർട്ടിസിപ്പേറ്ററി നമ്മളില്ലെങ്കിൽ യൂണിവേഴ്സിന് അർത്ഥമില്ലെന്നാണ്. ഏതാ അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ ഒരുപാട് ന്യൂമാൻ, ഞാൻ ഒരുപാട് ആളുകൾ ഈ നമ്മുടെ ഈ പിന്നെ ഒബ്സർവറും ഒബ്സർവറും തമ്മിൽ നമ്മുടെ ഫിലോസഫിക്കലായി അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായി ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയവും അറിയുന്നവനും അറിയപ്പെടുന്നതും അറിവും ഒന്നാണെന്നാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദൃക്കും ദൃശ്യം ഒന്നാണെന്നാണ്. ദൃക്ക് എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിലോസഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ വരുമ്പോൾ നമ്മളെ ആത്മാവ് തന്നെയാണ്. അതാ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതിനെ രസകരമായി എനിക്ക് തോന്നിയത് മൈ ഫാദർ ആൻഡ് ഐ ആർ മൈ ഫാദർ ആൻഡ് ഐ ആർ വൺ. ആര് പറഞ്ഞു? ജീസസ്. അപ്പം മൈ ഫാദർ ആൻഡ് ഐ ആർ വൺ, രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെ. ഏതാ അതിന് ഹിന്ദു ഫിലോസഫി പറയും പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെ. ഏതാ പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെ. കുറച്ചുകൂടെ സയൻറ്റിഫിക് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ കോൺഷ്യസ്നെസ് തന്നെയാണ് എല്ലാത്തിലുമുള്ള അടങ്ങിയിരിക്കുന്നത്. ദ കോൺഷ്യസ്നെസ് ഇൻ മീ ഈസ് ദ കോൺഷ്യസ്നെസ് ഇൻ യു. ദ കോൺഷ്യസ്നെസ് ഇൻ ours is the consciousness of the universe. That consciousness is God. ഇപ്പോഴേ കോൺഷ്യസ്നെസ്സിനെ പറ്റി പരാമർശിക്കപ്പെട്ടുവല്ലേ ഇവിടെ. അതിലേക്ക് അത് തന്നെ വിശദമായ ഒരു വിശകലനം ആവശ്യമുള്ളൊരു മേഖലയാണ് ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ. ക്വാണ്ടം ഫിസിക്സിൻ്റെ തന്നെ ചൂട് പിടിച്ചുകൊണ്ട് നമുക്ക് അല്പം കൂടെ പരിശോധിക്കാം ഈ പദാർത്ഥവും മനസ്സും തമ്മിലുള്ള സമന്വയത്തെ പറ്റി. ക്വാണ്ടം ഫിസിക്സിൻ്റെ ചില വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, പദാർത്ഥത്തിൽ തന്നെ മനസ്സുണ്ട് എന്നുള്ള സംഗതി. അതായത് വേവ് ഫംഗ്ഷൻ്റെ കൊളാപ്സിനെ അധികരിച്ചുകൊണ്ട് ചില ബെർണഡ് ഡെസ്പാഗ്നിയെ പോലെയുള്ള ഫിസിസിസ്റ്റുകൾ പറയും കോൺഷ്യസ്നെസ് ആണ് കൂടുതൽ മൗലികമായിട്ടുള്ളത്, പദാർത്ഥം പോലും ഉണ്ടാകുന്നത് കോൺഷ്യസ്നെസ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കോൺഷ്യസ്നെസ് ആണ് നേരത്തെ പറഞ്ഞ് ബെർക്ക്ലി സൂചിപ്പിച്ചതുപോലെ കോൺഷ്യസ്നെസ് ആണ് ഒരു വസ്തുവിനെ പോലും ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ഈ ബോഡി തന്നെ, ശരീരം തന്നെ മനസ്സിൻ്റെ സൃഷ്ടിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഒരു റെയിൻബോ പോലെയാ ഭൗതിക യാഥാർത്ഥ്യങ്ങൾ മുഴുവനെന്ന് പറയും. ഇത് ഒബ്ജക്റ്റീവ് ആണോ? ശരിയാണ്, അവിടെ കാണാം, എന്നാൽ ഒബ്ജക്റ്റ് ഇല്ല താനും. അതുകൊണ്ട് പ്രൈമസി ഓഫ് കോൺഷ്യസ്നെസ് അത് ക്വാണ്ടം ഫിസിക്സിലെ വലിയൊരു ഉൾക്കാഴ്ചയാണ്. അതിനെ എപ്രകാരം നമ്മൾ മനസ്സിലാക്കണം? ഈ ഫിലോസഫിയിൽ തുടക്കം മുതൽ ഒരു തർക്കമാണുള്ളത്. ബോധമാണോ പ്രാഥമികം, ദ്രവ്യമാണോ പ്രാഥമികം, മാറ്ററാണോ കോൺഷ്യസ്നെസ് ആണോ പ്രാഥമികം? ഇതാണ് തത്വശാസ്ത്രത്തിൽ എക്കാലത്തും നിലനിന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന തർക്കം. അപ്പോൾ ആ ഫിലോസഫിയിലെ ഈ തർക്കം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ മാറ്ററിലെ ഏറ്റവും സൂക്ഷ്മ കണമാണ്, പാർട്ടിക്കിളാണ്. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വേവ് പാക്കറ്റാണ്. അത് തരംഗങ്ങൾ താൽക്കാലികമായി രൂപം കൊടുക്കുന്ന ഒന്നാണ് കണം. അല്ല, കുറച്ചുകൂടെ നല്ല ഭാഷ കണങ്ങൾ ഊർജപ്രവാഹത്തിൽ താൽക്കാലികമായി രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് കണം. കണത്തിന് സ്ഥിരമായ എക്സിസ്റ്റൻസേ ഇല്ല.
അത് പിന്നെ നമ്മൾ എൻ്റെ കൂടുതൽ അനാലിസിസ് ആറ്റമിനെടുത്ത് പാർട്ടിക്കിളിനെ അവസാനം ചെന്ന് അത് എവിടെ എത്തുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പരിശോധിച്ച് അനലൈസ് ചെയ്ത് അവസാനം എത്തുമ്പോൾ അതിന് രൂപമൊന്നുമില്ല ഇതാ രൂപരഹിതമാകും. അപ്പോൾ അവിടെ അത് തരംഗമാകും. ഇങ്ങനെ ഓരോ പ്രോസസ് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ മൈൻഡും മാറ്ററും തമ്മിലുള്ള സമന്വയത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിൽ നമ്മളൊരു സോഡിയം ആറ്റം എടുത്താൽ ഒരു സോഡിയം ആറ്റത്തിന് 16 ഇലക്ട്രോൺസും 16 പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഏതാ ഒരു സോഡിയം ഉപ്പിൻ്റെ ആറ്റം. യു മേ വണ്ടർ ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന 16 ഇലക്ട്രോണും ഓരോ ഇലക്ട്രോണിൻ്റെയും അഡ്രസ്സ് അറിയാം. ഈ ഒരു ഇലക്ട്രോൺ മറ്റൊരു ഇലക്ട്രോണിനെ ടച്ച് ചെയ്യത്തില്ല. ഈ കൊതുക് നമ്മളെ ഇപ്പോൾ ഒന്ന് കടിക്കാൻ അവന് കോൺഷ്യസ്നെസ് ഉള്ളതുപോലെ കൊതുകിലെ ബോധം അതിന് നമ്മളെ കടിക്കാൻ പറ്റുന്നത് ഏതാ. അതുപോലെ ഈ നമ്മുടെ ഈ ഉപ്പിൻ്റെ ആറ്റത്തിനകത്തുള്ള ഓരോ ഇലക്ട്രോണിനും മറ്റുള്ള ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് അറിയുക എന്ന് പറഞ്ഞാൽ ഓരോ ഇലക്ട്രോണും കോൺഷ്യസ് ആണ് അതിൻ്റെ ചലനം. എല്ലാ ആറ്റത്തിലെയും പാർട്ടിക്കിൾസ് ഇങ്ങനെ കോൺഷ്യസായി നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാ ആ ആറ്റംസ് കൊണ്ടല്ലേ എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആറ്റംസ് കൊണ്ടല്ലേ ഈ യൂണിവേഴ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദ കോൺഷ്യസ്നെസ് ഇൻ ദ ആറ്റം, കോൺഷ്യസ്നെസ് ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ദ കോൺഷ്യസ്നെസ് ഓഫ് ദ ആറ്റം. The consciousness of atom is the consciousness of matter. The consciousness of matter is the consciousness of the universe. It is a naked reality. ഇത് ഞാൻ പറയുന്നതല്ല, ക്വാണ്ടം ഫിസിക്സിൽ എഴുതിയിരിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത്. അതാ എവറി ഇലക്ട്രോൺ നോസ് അഡ്രസ് ഓഫ് ദ അതർ. ഡു യു ബിലീവ്? Electron is supposed to be dead matter. ഡെഡ് ആണെന്നാണോ? പാർട്ടിക്കിളിന് ജീവനില്ലല്ലോ. ഉണ്ടോ? ഇല്ലെന്നാലോ ഭൗതികവാദി പറയുന്നത്. ഭൗതികവാദി പറയുന്നത് ഇലക്ട്രോണിന് ജീവനില്ല. ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണ് ബോധം ഉണ്ടാവുന്നതാണ്. മാറ്ററിൻ്റെ ബൈ പ്രോഡക്റ്റാണ് കോൺഷ്യസ്നെസ്. ഭൗതികവാദിക്കതാ കോൺഷ്യസ്നെസ്സാണ് മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. കോൺഷ്യസ്നെസ് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. മനസ്സിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൾസോ യൂണിവേഴ്സൽ. മനസ്സെന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. ജസ്റ്റ് ലൈക്ക് അവർ ഗ്രാവിറ്റി. ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. ഗ്രാവിറ്റിയെ പോലെ തന്നെ ഒരു ഫീൽഡാണ്. ഏതാ അപ്പോൾ അതിന് സയൻസിൽ തന്നെ ഷെൽഡ്രേക്കിനെ പോലുള്ളവരൊക്കെ പുതിയ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അത് എക്സാക്റ്റ് പദമൊന്നും ഉപയോഗിക്കില്ല. മനസ്സ് യൂണിവേഴ്സാണ്. ഈ മനസ്സ് ഈ ബ്രെയിനിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു പ്രോഡക്റ്റാണ് മനസ്സെന്നല്ലേ പറയുന്നത്. അതാ അല്ലേ മനസ്സ് ബ്രെയിൻ്റെ. പക്ഷേ ബ്രെയിൻ ഈസ് ജസ്റ്റ് ലൈക്ക് എ ട്രാൻസിസ്റ്റർ or radio receiving informations from the mind. മൈൻഡ് ഒരു ഫീൽഡാണ്. ആ ഫീൽഡിൽ നിന്നും പലതും ഗ്രഹിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് നമ്മൾ ബ്രെയിൻ. നല്ലൊരു ഉൾക്കാഴ്ചയാണ് സാറ് പറഞ്ഞത്. എഴുതിയിട്ടുണ്ട്. ബ്രെയിനിലേക്ക് വന്നല്ലോ. അപ്പോൾ ബ്രെയിനിനെ പറ്റി തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചർച്ചാ വിഷയമാക്കാം. അതായത് ഇപ്പോൾ
ആൻഡ്രിയ ന്യൂബർഗ്, കരോൾ ഓൾബ്രൈറ്റ്, യൂജിൻ അക്വിലി തുടങ്ങിയ ശാസ്ത്രജ്ഞരൊക്കെ ന്യൂറോ സയൻറ്റിസ്റ്റുകളാണ് അവർ ന്യൂറോ റിലീജിയൻ തന്നെ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര ശാഖ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ബേസിക്കലി നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് തന്നെ തീർത്തും ജൈവികമാണ്, പാദാർത്ഥികമാണ്, പരിണാമാത്മകമാണ്, പരിണാമവിധേയമായിട്ട് മനുഷ്യരിലുണ്ടായത് സൂപ്പർ നാച്ചുറലി കൊണ്ടുവന്നതല്ല എന്ന് പറയുന്നത്. കാരണം ബ്രെയിനിന് ജൈവികമായിട്ട് തന്നെ ഒരുതരം അതീന്ദ്രിയമായിട്ട് സംവേദനങ്ങൾക്കുള്ള അഥവാ ഈശ്വര സംവേദനത്തിനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് അവരുടെ നിഗമനങ്ങൾ എന്ന് പറയുന്നത്, ന്യൂറോ റിലീജിയൻ്റെ ഉൾക്കാഴ്ചകൾ. അപ്പോൾ സാറ് ഇവിടെ അവതരിപ്പിച്ച പദാർത്ഥവും മനസ്സും തമ്മിലുള്ള സമന്വയം, ബാന്ധവം, അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വിരൽ ചൂണ്ടുന്നവയല്ലേ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ECG സുദർശനെ പോലെയുള്ളവർ ക്വാണ്ടം ഫിസിക്സും അദ്വൈത ചിന്തയും തമ്മിൽ സമരസപ്പെടുത്തുവാനായിട്ട് പരിശ്രമിച്ചു. ഫ്രിജ് ഓഫ് കാപ്ര ഭൗതിക ശാസ്ത്രവും ഇന്ത്യൻ മിസ്റ്റിസവും തമ്മിൽ വേറൊരു തലത്തിൽ ഈസ്റ്റേൺ ബന്ധപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ എവിടെയാണ് നമുക്ക് ഈ രീതിയിലുള്ള കൂടുതൽ സാകല്യമായിട്ടുള്ള ചില ചിന്താധാരകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുക? നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതിലും കൂടുതൽ അന്തർദർശനങ്ങളും ഉൾക്കാഴ്ചകളും ഇവയിൽ പിന്നിലുണ്ടോ എന്ന് ചിന്തിക്കണമോ? പ്രത്യേകിച്ച് ഈ ന്യൂറോ റിലീജിയൻ്റെയൊക്കെ വെളിച്ചത്തിൽ ബ്രെയിനിന് തന്നെ അതീന്ദ്രിയമായ ഈശ്വര സംവേദനത്തിനുള്ള ശേഷി ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ കേട്ടോ, ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്, ഈ വീട്ടിൽ ഒരമ്മ ഇരിക്കുന്നു, ഈ വീട്ടിലൊരമ്മ ഇരിക്കുന്നു, അപ്പുറത്തെ വീട്ടിലൊരു അവിടെ കുഞ്ഞിരിക്കുന്നു. അവിടെ അല്ല, ഈ കുഞ്ഞിന് മുല കുടിക്കാൻ ആഗ്രഹം വന്നാൽ അമ്മയുടെ മുല ചുരുത്തുന്നതാണ്. ഒരു മകൻ കാശ്മീർ താഴ്വരയിൽ സൈനികനായി പോയിക്കഴിഞ്ഞ് അവൻ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ ഇവിടെ അവൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അവൻ്റെ അച്ഛന്, അവൻ്റെ ഭാര്യയ്ക്ക് എന്തോ സംഭവിച്ചതായി മനസ്സിൽ തോന്നാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് എന്തോ ഒരു അപ്പം മനസ്സെന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ സംബന്ധിച്ചുള്ള പെൻഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ന്യൂറോ ശാസ്ത്രജ്ഞന്മാർ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് ഈ ന്യൂറോ പ്രശ്നം. ഇപ്പോൾ നമ്മുടെ രാമമൂർത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ ന്യൂറോ സയൻസിൻ്റെ വൈസ് പ്രസിഡൻ്റ്, ലോക വൈസ് പ്രസിഡൻ്റായിരുന്ന ഈ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹം പ്രാർത്ഥനയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ കൂട്ടത്തോട് പ്രാർത്ഥിക്കുന്ന അതിന് മനസ്സിൽ കൂടുതലുള്ള എഫക്റ്റിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ന്യൂറോ സയൻറ്റിസ്റ്റായിരുന്ന, ഇപ്പോൾ ന്യൂറോ സയൻറ്റിസ്റ്റുകളിൽ പെടുന്ന ഒരാളാണ് നമ്മുടെ നമ്മുടെ എമർജിങ് മൈൻഡ് എഴുതിയ അദ്ദേഹം ഉണ്ടല്ലോ, എന്താ രാമചന്ദ്രനാണോ? അല്ല, രാമേന്ദ്രൻ, വെളയന്നൂർ രാമേന്ദ്രനെ ഈ നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുക? ഭൗതികവാദിയായിട്ടാണ്. ദ വെരി ഫണ്ണീസ് അദ്ദേഹത്തിൻ്റെ എമർജിങ് മൈൻഡ് സമർപ്പിച്ചിരിക്കുന്ന ദക്ഷിണമൂർത്തിക്കാണ്. ദക്ഷിണാമൂർത്തിക്കും അദ്ദേഹത്തിന് അച്ഛനും അമ്മയ്ക്കും ഒക്കെയാണ്. ദക്ഷിണാമൂർത്തി എന്നാൽ ലോർഡ് ശിവ, അതിക്കാണ് എമർജിങ് മൈൻഡ് സമർപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഇരിപ്പുണ്ട് പുസ്തകം. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ എത്തിസ്റ്റാണ്, വെറും യുക്തിവാദിയാണ് എന്നൊക്കെ, റാഷണലിസ്റ്റ് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പ്രേരിപ്പിക്കാറുണ്ട്. ഈ ന്യൂറോ സയൻസിൽ ഈ മൈൻഡ് യഥാർത്ഥത്തിൽ സൂക്ഷ്മദ്രവ്യമാണ്. ഈ മൈൻഡിൻ്റെ സൂക്ഷ്മദ്രവ്യത്തിൻ്റെ രൂപാന്തരണമാണ് മാറ്റർ. സ്ഥൂലമായ സൂക്ഷ്മദ്രവ്യമായ മനസ്സിൻ്റെ രൂപാന്തരണമാണ് സ്ഥൂലമായ മാറ്റർ. പക്ഷെ മാറ്ററും ഇത് രസകരമായ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, matter and mind and consciousness are not separate. The God and the universe and the man are not separate.
The God is, the God manifest is the nature. Nature unmanifest is God. ഇത് എൻ്റെ ഒരു വിശ്വാസമാണ്, തെറ്റാകാം കേട്ടോ. എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം ഗോഡും മനുഷ്യനും ദൈവം തന്നെ മനുഷ്യൻ. കാരണം ഈ ആത്മാവിൻ്റെ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ആ ക്രിസ്തുദേവൻ്റെ ആ സൂക്തം കൂടെ ഓർമ്മിച്ചുകൊണ്ടാണ് പറയുന്നത്, മൈ ഫാദർ ആൻഡ് ഐ ആർ വൺ. അപ്പോൾ ഈ ഇതിൻ്റെ യഥാർത്ഥത്തിൽ നമുക്ക് വരേണ്ട ഒരു ഫിലോസഫിക്കൽ ഡെവലപ്മെൻറ്റ് മനസ്സും ശരീരവും, മനുഷ്യനും പ്രകൃതിയും ദൈവവും ഒന്നാണ് എന്ന് പറയുന്നത് പറഞ്ഞത് ദ ഓൺലി റിയാലിറ്റി ഈസ് ഗോഡ്. ഓൺലി റിയാലിറ്റി ഈസ് ഗോഡ്. ഇതെല്ലാം ഗോഡാണ്. ഏതാ ദൈവത്തിൻ്റെ കളികളാണ്. ഏതാ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ കളിയാണ് ഇതല്ലേ. ഏതാ ഞാൻ പറയാം, ലീലയാണ്. ഈ ഹിന്ദുക്കൾ പറയും ശിവലീലയാണ്, പിന്നെ കൃഷ്ണലീലയാണ്. ഈ ശിവനെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ അതിന് രൂപം ഭാവമൊന്നുമില്ല, ഈ ചിതാകാശം എന്നാണ് എൻ്റെ സങ്കല്പം. അതാണ് ജീവശാസ്ത്ര രംഗത്ത് നിന്ന്, ബയോളജിക്കൽ സയൻസിൽ നമുക്ക് അല്പം വിചിന്തനങ്ങൾ നടത്താം. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ പുതിയ മനുഷ്യനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം, പോസ്റ്റ് ഹ്യൂമന് തന്നെ ആവിഷ്കാരം കൊടുക്കാം എന്നൊക്കെയുള്ള ചിന്താഗതികളുണ്ടല്ലോ. സാറിൻ്റെ തന്നെ രചനകളിൽ സാറ് DNA മുതൽ സൂപ്പർ ഇൻ്റലിജൻസ് വരെ, അതിമാനുഷ്യൻ വരെ എന്നൊക്കെയുള്ള ടൈറ്റിലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകളെ ശാസ്ത്രീയമായ സാധ്യതകളെ എപ്രകാരമാണ് വിലയിരുത്തുന്നത്? ഈ പോസ്റ്റ് ഹ്യൂമൻ എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റുകൾ ശരിക്കും മനുഷ്യാവസ്ഥയുടെ ഒരു ട്രാൻസെൻഡൻസ് തന്നെയായിട്ട് കണക്കാക്കുന്നുണ്ടോ? അതേപ്പറ്റിയുള്ള ചില വിചിന്തനങ്ങളൊന്ന് പങ്കുവെച്ച്. നമുക്ക് സ്വപ്നം കാണാൻ അവകാശമുണ്ട്. മനുഷ്യൻ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലേ, നമ്മളെ പിന്നെ ഒരു മണ്ണരയുടെ അത്രയും ശക്തിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഒരു അമീബായുടെ ഇൻ്റലിജൻസ് പോലും ബുദ്ധി പോലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിരിക്കട്ടെ, ഈ ഭ്രൂണശാസ്ത്രം നമ്മൾ പരിശോധിച്ചാൽ പിന്നെ പുരുഷനും സ്ത്രീയും തമ്മിലുണ്ടാകുന്ന സംഭോഗത്തിന് പരമായി ഒരു ഏകകോശ ഭ്രൂണം ഉണ്ടാകും. അത് യൂണിസെല്ലുലാറാണ്, ഒറ്റ കോശം, ഏകകോശമാണ്. ഈ കോശങ്ങൾ, ഈ ഭൗതികവാദികൾ പറയുന്നത് അതിലുണ്ടാകുന്ന DNA-യുടെ ഡിവിഷൻ അനുസരിച്ചാണ് പിന്നെ ആദ്യം ഹാർട്ട് ഉണ്ടാകുന്നത്, ഹാർട്ട് കഴിഞ്ഞ് ഓരോ അവയവങ്ങൾ ഉണ്ടാകുന്നത്, അത് പിന്നെ ഇങ്ങനെ വളരുന്നത്. അതാണ്. പക്ഷേ ഈ DNA ആര് വർക്ക് ചെയ്യുന്നത്? ഈസ് DNA കോൺഷ്യസ്? ഈ കോൺഷ്യസ്നെസ് ഇല്ലെങ്കിൽ, ബോധമില്ലെങ്കിൽ DNA എങ്ങനെ വിഭജിച്ച് ആദ്യം ഹാർട്ടാണ് ഉണ്ടാകുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ അവയവങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഭ്രൂണൻ രൂപം കൊണ്ട് കഴിഞ്ഞാൽ ഉടൻ അവിടെ ആ ഏകകോശത്തിലെ DNA ഇവിടെ അത് ഇന്ന രീതിയിൽ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഈസ് ബീയിങ് ഡയറക്റ്റഡ്. ഇറ്റ് ഈസ് ബീയിങ് ഡയറക്റ്റഡ് ടു ക്രിയേറ്റ്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഇതാരാണ് ഇതിന് കാരണം? അല്ല, DNA ഈസ് ഓൺലി കെമിക്കൽ ബോൺസ്. DNA എന്ന് പറയാൻ കുറേ കെമിക്കൽ മോളിക്യൂൾസ് ചേർന്നതല്ലെങ്കിൽ, ആ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആറ്റംസ് ചേർന്നതാണല്ലേ. ആ ആറ്റംസ് പിന്നെ
ഹൃദയം ഉണ്ടാക്കണം, ലിവർ ഉണ്ടാക്കണം, പിന്നെ ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകി പിന്നെ കോശവിഭജനം നടത്താൻ ഉള്ള ശേഷിയുണ്ട് ഈ ആറ്റത്തിന്. ഈ പിന്നെ ആറ്റത്തിനുണ്ടെന്ന് പറയാം. ആറ്റവും കോൺഷ്യസാണ്, ഈ DNA-യും കോൺഷ്യസാണ്. ഈ DNA ഈസ് ബീയിങ് ഡയറക്റ്റഡ് എന്ന സങ്കല്പം നമ്മൾ സ്വീകരിക്കുക എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റാണ്. DNA നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ സം കെമിക്കൽസ്, പ്രോട്ടീൻസും അതും ഇതൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ, അതാ കാർബോഹൈഡ്രേറ്റ്, മണ്ണാങ്കട്ട, പൊടച്ചക്കട എന്നൊക്കെ പറയുന്ന അതിൽ നമ്മൾ അനലൈസ് ചെയ്ത് അതിന് ജീവനൊന്നുമില്ല, അതിന് പ്രത്യേകിച്ച് ബോധമൊന്നുമില്ല. അതിന് ആരെ പറയുന്നതൊക്കെ നേരത്തെ ഈ പൗരികൾ പറയുന്നത് പിന്നെ ബ്രെയിനിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ബോധം, അല്ല പിന്നെ പറയുന്ന പോലെ ഉള്ളൂ. അതാ DNA-യുടെ ബൈ പ്രോഡക്റ്റാണ് ബോധം. DNA സിമ്പിളായി നമ്മൾ അനലൈസ് ചെയ്യുന്ന കെമിക്കൽ ബോൺസ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഈ പിന്നെ ജീനോം പ്രോജക്റ്റിൻ്റെ ആൾ ദൈവവിശ്വാസി ഫ്രാൻസിസ് കോളിൻസ്. ജീനോം പ്രോജക്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ദൈവം ഉണ്ടെന്ന് തോന്നി. ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ പേര് മറന്നുപോയി. ഫ്രാൻസിസ് കോളിൻസ്. കോളിൻസ്. അതുപോലെ ജീവൻ്റെ ഉത്ഭവത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തവയുണ്ട്. എന്നാൽ രാസിക പരിണാമത്തിലൂടെയും ജീവപരിണാമത്തിലൂടെയും ഒക്കെ ഉണ്ടായ ഇന്നത്തെ ഓർഗനിസംസ്, അവയുടെ ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ വിസ്മയകരമായ ഒരുപാട് ഏടുകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ജീവൻ എന്ന രഹസ്യം, അതിൻ്റെ ഉത്ഭവം, ഇവയെ പറ്റിയൊക്കെയുള്ള വിചിന്തനങ്ങൾ എന്താണ്? ജീവൻ്റെ രഹസ്യം നമുക്കറിയില്ല, അതാണ് യാഥാർത്ഥ്യം. ജീവൻ്റെ രഹസ്യത്തെക്കുറിച്ച് നമ്മളെപ്പോലുള്ളവർ പറയും ആ ദൈവത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ദൈവത്തിൻ്റെ ലീലയാണത്. ഏതാ ദൈവ സൃഷ്ടി എന്ന് പറയാം, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കളിയാണ് ഇതല്ലേ. ഏതാ ദൈവം എന്ന് പറയുന്നത് ഞാനുണ്ട് ഈ ആരോട് പറയുന്ന കണക്ക് ഈ സ്വർഗത്തിരുന്ന് ഇതെല്ലാം ചെയ്യുന്നത് ഹിസ് എവരിവെയർ, ഈ സൗണ്ട് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ദൈവത്തെ ഒരു ഫിഗറിൽ സങ്കല്പിക്കുന്നതിൻ്റെ കാര്യമുണ്ട്. അനന്തവും അജീവവും അമരവും ഒക്കെ ആയ ഒന്നിനെ മനുഷ്യന് സ്വാഭാവികമായി സങ്കല്പിക്കാൻ കഴിയത്തില്ല, അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ യേശുവിനെ സങ്കല്പിക്കും, അല്ലെങ്കിൽ ഒരു ശിവനെ സങ്കല്പിക്കും, അല്ലെങ്കിൽ ഒരു കൃഷ്ണനെ സങ്കല്പിക്കും, അല്ലെങ്കിൽ ഒരു കല്ലിനെ സങ്കല്പിക്കും, അല്ലെങ്കിൽ ഒരു ചന്ദ്രക്കലെ സങ്കല്പിക്കും, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ടോംബിനെ സങ്കല്പിക്കും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിലെ ചൈതന്യത്തെയാണ്, ചേതനയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അല്പം ധാർമ്മിക തിങ്കിങ്, മോറൽ ഡൈമെൻഷൻ, ഇപ്പോൾ ക്ലോണിങ്, സ്റ്റെം സെൽ റിസർച്ച്, റിപ്രൊഡക്റ്റീവ് ക്ലോണിംഗ് ഉണ്ട്, തെറപ്യൂട്ടിക് ക്ലോണിംഗ് ഉണ്ട്. മനുഷ്യനെ തന്നെ ക്ലോൺ ചെയ്യണമോ, ചെയ്താൽ എങ്ങനെയായിരിക്കും? ഇതേപ്പറ്റിയുള്ള റാൻഡം തിങ്കിങ് ഒന്ന് പറയാമോ? ഇതിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററില്ലേ, ഇപ്പോൾ ഞാൻ അച്ഛൻ തന്നതിനകത്ത് അത് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ എഴുതിയിരിക്കുന്നത്. എൻ്റെ കൺസെപ്റ്റ് അല്ലേ യഥാർത്ഥത്തിൽ, അതാ ഞാൻ അദ്ദേഹത്തിൻ്റെ കോട്ട് ചെയ്തില്ലെങ്കിൽ ആ കൺസെപ്റ്റുകളങ്ങ് അതുപോലെ എഴുതിയിരിക്കുന്നുണ്ട്. എനിക്കിന്ന് വലിയ വിഷമം തോന്നിയത്, പിന്നെ നിങ്ങൾ ഒരു പക്ഷേ പറയും ഞാൻ പ്രോഗ്രസീവല്ല. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞു ഹോമോസെക്ഷൽ യാതൊരു ലൈസൻസ് വേണ്ട. ഹോമോസെക്ഷാലിറ്റി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, അതാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതങ്ങ് ലീഗലൈസ് ചെയ്യുക, ഇതങ്ങ് പിന്നെ എവിടെയാകാമെന്ന് പറയുക, അല്ല എല്ലാ മനുഷ്യനിലും ഹോമോസെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, എല്ലാ ഇൻസ്റ്റിങ്ക്റ്റുകളും. പിന്നെ ട്രാൻസ്ജെൻഡർ ആകുമ്പോൾ അത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഇതെല്ലാം പരസ്യമായി ചെയ്യണം, എല്ലാം ലംഘിച്ച് ചെയ്യണം എന്ന് പറയുന്ന
എന്നോട് എനിക്ക് യാതൊരു യോജിപ്പില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല ഏതാ ഇന്നത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇത്. ഇന്ന് രാത്രി മിക്കവാറും ചാനലുകാരൻ വരുന്ന ചർച്ച ചെയ്യുന്നത് ഏതാ ഇതായിരിക്കും വിഷയം. ഏതാ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതായിരിക്കും? സുപ്രീം കോടതിയുടെ വിധി. ട്രാൻസ്ജെൻഡറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അവർ ചെയ്യട്ടെ. ഇതെല്ലാം ആരോ പറയുന്നുള്ള പിന്നെ സമൂഹത്തിലങ്ങ് വ്യാപകമായിട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ കഷ്ടമാണ്, സങ്കടം. അതുപോലെ തന്നെയാണ് ഈ മറ്റേ കാര്യങ്ങളുമൊക്കെ. അത് ക്ലോണിങ്, മണ്ണാങ്കട്ടയും കുളച്ചക്കറും. ക്ലോണിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്ലോണിങ് എന്ന് പറയുന്നത് എന്താ? ജീവനുള്ളതിനെ അല്ലേ ക്ലോൺ ചെയ്യുന്നത്, അല്ല ജീവനില്ലാത്തതിനെ വല്ലതും ക്ലോൺ ചെയ്തിട്ടുണ്ടോ? ജീവനുള്ള രണ്ട് വസ്തുക്കൾ ചേരുമ്പോൾ ജീവനുള്ള ഒന്നായിട്ട് മാറുന്നു, അല്ലാണ്ട് അല്ലാതെ പിന്നെ സോഡിയവും പൊട്ടാസ്യം കൂടെ ചേർത്താണ് ജീവൻ ഉണ്ടാക്കിയത്. ഇസ് ഇറ്റ് സോ? നോ നോ. ജീവനുള്ള രണ്ട് കോശങ്ങൾ അല്ലേ, എന്തോ പറയുമല്ലോ, കോശങ്ങൾക്ക് ജീവനുണ്ട്. ജീവനെന്ന പ്രതിഭാസം ഓരോ കോശത്തിലും, ഈ കോശത്തിനകത്തും അതിലുള്ള എല്ലാ കണങ്ങളിലും എല്ലാത്തിലും ജീവൻ എന്ന പ്രതിഭാസം ഉണ്ടേതാ. ഈ ജീവൻ എന്ന പ്രതിഭാസം ഇല്ലാത്ത ഒന്നുമില്ല. ഈ ജീവനുള്ളതിനായ മാത്രമേ നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ജീവനില്ലാത്തതിനെ ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇതെല്ലാം ഈ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നാൽ നേച്ചറിനൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോൺഷ്യസ്നെസ് ഭയങ്കരമായിട്ട് തിരിച്ചടിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചത് ഒരു പ്രകൃതി കോപമാണ്. പ്രകൃതി കോപത്തിൽ നമുക്ക് ഒരുപാട് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ സഫർ ചെയ്യും, അത് വേറെ കാര്യം. അതിൻ്റെ പിന്നിൽ ദൈവകോപമുണ്ട്. നമുക്ക് പ്രകൃതിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതാ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നേച്ചർ ഈസ് ഗോഡ് ഇറ്റ് സെൽഫ്. ഗോഡ് മാനിഫെസ്റ്റായ പ്രകൃതിയിൽ ഒന്നും നമ്മൾ അനാവശ്യമായി ചെയ്യാൻ പാടില്ല, അതിന് വിരുദ്ധമൊന്നും ചെയ്യാൻ പാടില്ല. അതിനായി ഈ ക്ലോണിങ്ങൊക്കെ വരുന്നതാ പ്രകൃതി വിരുദ്ധമായ നടപടിയാണ്. അതെല്ലാം നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ ഈ ഭ്രൂണശാസ്ത്രം അനുസരിച്ച് ഈ ഭ്രൂണം രൂപം കൊണ്ടു കഴിഞ്ഞാൽ അതിന് ഒരു ഡിവൈൻ ഫോഴ്സാണ്, ഡിവൈൻ ശക്തിയാണ്. അതിൻ്റെ DNA ഈ ഇങ്ങനെ അവയവങ്ങളുടെ രൂപീകരണത്തിന് മാൻ മേക്കിങ്ങിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജീവിയുടെ രൂപീകരണത്തിലേക്കും പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഏകദേശം. അതാണ്